നല്ല സോഫ്റ്റ് അല്ല, എന്നാലും കുഴപ്പമില്ല. ഇതാ ചൂട്. അപ്പോൾ പൊടിച്ചിട്ട് വറക്കാൻ വേണ്ടിയിട്ടാണുള്ളത്. അപ്പോൾ ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു വെറൈറ്റി പുട്ടുപൊടീൻ്റെ റെസിപ്പി ആട്ടോ ഇന്നത്തേത്. അപ്പോൾ അരിയില്ലാണ്ട് ഇത് മുത്താരിയും പിന്നെ മുതിര, ഇത് രണ്ടും കൂടിയാട്ടോ ഇന്ന് പുട്ടുണ്ടാക്കുന്നത്. അപ്പോൾ രണ്ടും ഈക്വൽ ക്വാണ്ടിറ്റി, അതായത് 1 കിലോ മുത്താരി എടുത്തിട്ടുണ്ട്, അതുപോലെ 1 കിലോ മുതിര. അപ്പോൾ ഇത് രണ്ടും കുതിർക്കണ്ട കേട്ടാ, നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്താൽ മതി. മുത്താരി നല്ലപോലെ കഴുകി എടുക്കണം കേട്ടോ. ഇതുണ്ട്, ആദ്യത്തെ വെള്ളത്തിൽ തന്നെ ഇതാ വെള്ളം നല്ല ചളിവെള്ളമാണ്, നല്ലോണം കലങ്ങി വന്നിട്ടുണ്ട്. അപ്പം നല്ല വെള്ളം തെളിഞ്ഞ് വരുന്നവരെ കഴുകിയെടുക്കണം. അതുപോലെ നല്ല അരിച്ചെടുക്കുക വേണം, മുത്താരിക്ക് ചിലപ്പോൾ നല്ല പൂഴി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുക്കുക കേട്ടോ. മുത്താരിയും മുതിരയും നല്ല വൃത്തിക്ക് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുതിർത്ത് വെച്ചിട്ടില്ലല്ലോ, അപ്പോൾ കഴുകി ഇതിൻ്റെ വെള്ളം ഒന്ന് ആറി കിട്ടാൻ മാത്രം ഫാനിൻ്റെ ചുവട്ടിലൊന്ന് ഒരു തുണിയിൽ നിരത്തി കൊടുക്കാം. രണ്ടും ഒരുമിച്ചാക്കിയിട്ടുണ്ടേ, രണ്ടും ഒരുമിച്ചാണല്ലോ പൊടിക്കുന്നേ, അന്നേരം പിന്നെ രണ്ടും ഒരുമിച്ചാക്കി. ഇനി ഇതിൻ്റെ വെള്ളം ഒന്ന് വാർന്ന് വരെ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഇതാ നല്ലപോലെ വെള്ളം ഈർപ്പൊക്കെ മാറി ഉണങ്ങിയിട്ടുണ്ട് കേട്ടാ. ഇനി അത് പൊടിച്ചിട്ട് വറുത്ത് കൊണ്ടുവരാം. അപ്പോൾ പൊടിച്ചിട്ട് വറുക്കാൻ വേണ്ടിയിട്ടാണുള്ളത്. അപ്പോൾ ശരിക്കും കണ്ടു കഴിഞ്ഞാൽ മുത്താരി പുട്ടിന് പൊടിക്കുന്ന അതേപോലെയാണ് ഉള്ളത്. മുതിര ചേർത്തായിട്ടൊന്നും കാണുമ്പോൾ മനസ്സിലാവുന്നൊന്നുമില്ല. അപ്പോൾ നമ്മൾ സാധാരണ പുട്ടിന് വറുക്കുന്ന പോലെ വറുത്തെടുക്കാം. ഇന്നലെ പൊടിച്ചുകൊണ്ട് ചേട്ടാ പുട്ടുപൊടി. നോക്കൂ, ഇന്നലെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ രാവിലത്തേക്ക് ചായക്കുള്ള കടി ഉണ്ടാക്കാമെന്ന് ഓർത്ത് അങ്ങനെ സാധാരണ പുട്ടുപൊടി നനയ്ക്കുന്ന പോലെ കുറേ സമയമായിട്ടാണ് കുതിർത്ത് വെച്ചിട്ട്. അപ്പോൾ നമുക്ക് പുട്ട് ഉണ്ടാക്കി നോക്കാം എങ്ങനെ ഉണ്ടാവുമെന്ന്. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് എങ്ങനെ ഉണ്ടെന്നും കൂടി ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ ഇത് ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ ഷോപ്പിൽ ബാംഗ്ലൂരേക്ക് ഷുഗർ പേഷ്യൻസ് ഓർഡർ കൊടുത്തിട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാൻ തോന്നിയത്. അങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കി നോക്കുന്നത്. അപ്പോൾ ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് അവർ പറഞ്ഞത്. അപ്പോൾ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം എങ്ങനെ ഉണ്ടാവുമെന്ന്. പുട്ട് ആവി ഒന്ന് വെന്തിട്ടുണ്ട് കേട്ടാ, നമുക്കിനി ഏതായാലും തള്ളി നോക്കാം. ശരിക്കും കാണുമ്പോൾ മുത്താരി പുട്ട് പോലെ ഉണ്ടേ. ഇനി ടേസ്റ്റ് എങ്ങനെ ഉണ്ടാവുമെന്നും കൂടി നോക്കാം. നല്ല മുത്താരീൻ്റെ വേണം കേട്ടാ. അപ്പോൾ നമുക്കിതിൻ്റെ രുചിയും കൂടി എങ്ങനെയുണ്ടെന്ന് നോക്കാം. നല്ല സോഫ്റ്റ് അല്ല, എന്നാലും കുഴപ്പമില്ല. ഇതാ ചൂട്. നോക്കട്ടെ. ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഞാൻ വിചാരിച്ചു എനിക്ക് ഈ മുതിര ചേർത്തുകൊണ്ട് അങ്ങനെ രുചി ഉണ്ടാവില്ല എന്നായിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷെ ഞാൻ വിചാരിച്ച പോലെയല്ല, വിചാരിച്ചതിനേക്കാൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇപ്പോൾ അരിഭക്ഷണം കഴിക്കാത്ത ആൾക്കാർ നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. എന്നിട്ട് ഒന്ന് കമൻറ്റ് ഇടണേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.